രണ്ട് സ്വാമിജിമാരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണേ. അന്നേരം ഇതുപോലെ ഒരു റിവർ ബാങ്കിലെത്തി അവർക്ക് അത് കടന്ന് അങ്ങോട്ട് പോകണം. അപ്പോൾ നോക്കുമ്പോൾ മുട്ടറ്റം വെള്ളമുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ഇങ്ങനെ റിവർ ഇങ്ങനെ കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സ്ത്രീ മാത്രം അവിടെ നിന്ന് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത്. കാരണം അവർക്ക് ഡ്രസ്സ് നനഞ്ഞു പോകും എന്നുള്ള ഇതിൽ അവരങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ അതിലെ ഒരു സ്വാമിജി എന്ത് ചെയ്തു, അവരെ എടുത്ത് തോളയിൽ വെച്ച് അവരപ്പുറത്ത് കടത്തി വിട്ടിട്ട് അവർ ഇങ്ങനെ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ കൂടെ വന്ന സ്വാമിജി ഈ സ്വാമിജിയോട് ചോദിച്ചു, സ്വാമിജി നമ്മളങ്ങനെ സ്ത്രീകളെ തൊടുന്നത് കറക്റ്റ് അല്ലല്ലോ, നമ്മുടെ ഇതിൽ പറയുന്നത് നമ്മൾ തൊടരുതെന്നല്ലേ അങ്ങനെ പറയുന്നത്. അപ്പം സ്വാമിജി പറഞ്ഞു, അത് ഞാൻ അന്നേരെ വിട്ടു, നീ ഇപ്പോഴും അത് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ. അപ്പം കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലരും ചെയ്യുന്ന പല കാര്യങ്ങളും ഇതന്നെയാണ്. നമ്മൾ പണ്ടെപ്പോഴോ ചെയ്തു പോയ കാര്യങ്ങളിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളാണേലും ഇതിങ്ങനെ ഇപ്പോഴും നമ്മളിങ്ങനെ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുകയാണ് അല്ലേ. ഇങ്ങനെ പലരും അയ്യോ എന്നെ അവരങ്ങനെ പറഞ്ഞു, അത് പറഞ്ഞു കഴിഞ്ഞു വർഷങ്ങളായി. നെഗറ്റീവ് എനർജി ക്യാരി ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബോഡിയിൽ നമുക്ക് അസുഖങ്ങളും ഉണ്ടാവുകയും അതുപോലെ തന്നെ നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കാതെ വരും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജീസ് എപ്പോഴും നമ്മൾ ആലോചിക്കാതെ ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ ഇടപെടുക. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഓരോരോ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ നെഗറ്റീവ് എനർജി ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ചെറിയ പണി ചെയ്യുക, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കുക, അല്ലെങ്കിൽ ഗാർഡനിങ് ചെയ്യുക, അല്ലെങ്കിൽ കുക്കിങ്ങിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യണം ഇഷ്ടത്തിലേക്ക്. കാരണം നമുക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ വരും. എഴുത്തറിയാവുന്നവർക്ക് എഴുതാം, കഥകളൊക്കെ എഴുതാം, സ്റ്റോറീസൊക്കെ എഴുതുന്നവരുണ്ട്, സംഗീതം പാട്ടുകളൊക്കെ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ നമുക്കുള്ള ടാലൻറ്റിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ നെഗറ്റീവ് എനർജിയിൽ നിന്ന് മാറുകയും ചെയ്യാം, നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് കൂടുതലും ഹാപ്പി ആയിട്ട് മുമ്പോട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകാനായിട്ട് സാധിക്കും.